ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചലനാസ് ഇംഗ്ലീഷ്. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് അത് ചെയ്യരുത്, എന്നെ ഉപദ്രവിക്കരുത്, അവനെ ശല്യപ്പെടുത്തരുത് തുടങ്ങിയവ. ഏതായാലും ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. ഡോണ്ട് ഡിസ്റ്റർബ് മീ, എന്നെ ശല്യപ്പെടുത്തരുത്. സാധാരണഗതിയിൽ നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ്, അതായത് ആ പ്ലസിന് ശേഷം ചിലപ്പോൾ ഒബ്ജക്റ്റ് ആവാം, കോംപ്ലിമെൻ്റ് ആവാം, ആഡ്വേർബിയൽസ് ആവാം. ഇവിടെ നമ്മൾ തുടങ്ങുന്നത് തന്നെ വേർബ് വെച്ചിട്ടാണ്. ഇത് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന സെൻറ്റൻസുകളാണ്. ഞാനിപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസിയെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളാണ്. അവയിൽ റിക്വസ്റ്റുകളും ഓർഡേഴ്സും ഉൾപ്പെടും. നമ്മൾ സാധാരണ കേൾക്കുന്ന സെൻറ്റൻസുകളാണ് ഗെറ്റ് ഔട്ട്, ഷട്ട് അപ്പ്, ഓപ്പൺ ദ ഡോർ തുടങ്ങിയവ. എന്നാൽ ഞാൻ തുടങ്ങിയത് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു സെൻറ്റൻസ് കൊണ്ടാണ്. ഇത് ഇമ്പറേറ്റീവ് വിഭാഗത്തിൽപ്പെടും, നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. ഈ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യു ആണ് സബ്ജക്റ്റെങ്കിലും നമ്മൾ യു എടുത്ത് പറയാറില്ല. ഉദാഹരണത്തിന് ഷട്ടപ്പ് എന്ന് പറയുമ്പോൾ യു ഷട്ടപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ ഷട്ടപ്പ് എന്ന് മാത്രമേ പറയാറുള്ളൂ. അതുപോലെ ഓപ്പൺ ദ ഡോർ, യു ഓപ്പൺ ദ ഡോർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഓപ്പൺ ദ ഡോർ എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളിൽ നമ്മൾ സബ്ജക്റ്റിനെ സൂചിപ്പിക്കാറില്ല. അപ്പോൾ വേർബ് വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും നെഗറ്റീവ് സെൻറ്റൻസുകൾ വരുമ്പോൾ ഹെൽപ്പിംഗ് വേർബ് പ്ലസ് നെഗറ്റീവ് ഇൻഡിക്കേറ്ററായ നോട്ട് അല്ലെങ്കിൽ ഇൻഡ്, അതായത് നോട്ടിൻ്റെ ഷോർട്ട് ഫോം. ഡോണ്ട് ഡിസ്റ്റർബ് ഹിം, അവനെ ശല്യം ചെയ്യരുത്. ഡോണ്ട് ടെൽ മീ ദാറ്റ്, അതെന്നോട് പറയണ്ട. ഡോണ്ട് പ്ലേ ഔട്ട് നൗ, ഇപ്പോൾ പുറത്ത് കളിക്കണ്ട. ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം കുടിക്കരുത്. കോൾഡും കൂളും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാമല്ലോ, എന്നാലും ഒന്ന് സൂചിപ്പിച്ചേക്കാം. കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്ന പരിധിക്കകത്തുള്ള തണുപ്പിനെയാണ് കൂൾ എന്ന് പറയുന്നത്. കോൾഡ് എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത. കൂൾ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങൾക്കും ആസ്വാദ്യകരമായ ഒരു തണുപ്പാണുള്ളത്. അതേസമയം കോൾഡ് കഴിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതേ വ്യത്യാസം തന്നെയാണ് ഹോട്ട് ആൻഡ് വാം തമ്മിലുള്ളത്. ഡോണ്ട് ഓവർ യൂസ് ദ ഫോൺ, ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. ഡോണ്ട് ഡിസ്ക്ലോസ് ദിസ് ടു എനിബഡി, ഇത് ആരോടും പറയരുത്. ഡോണ്ട് കം ടു ദ സ്കൂൾ സോ ഏർലി, സ്കൂളിലേക്ക് വളരെ നേരത്തെ വരേണ്ടതില്ല. ഡോണ്ട് ബൈ അൺനെസസറി ഐറ്റംസ്, ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാങ്ങരുത്. ഡോണ്ട് ഓപ്പൺ ദി ഡോർ നൗ, ഇപ്പോൾ വാതിൽ തുറക്കരുത്. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും സെൻറ്റൻസ് ഉണ്ടാക്കാം. ഏതൊരു ഭാഷയും പഠിക്കുന്നത് നിരന്തരമായ പ്രയോഗത്തിലൂടെ മാത്രമാണ്. വീഡിയോ കണ്ടതുകൊണ്ടോ മനസ്സിലാക്കിയതുകൊണ്ടോ ഒരു കാര്യവുമില്ല. നിത്യജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്